എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള, അതായത് ഇംഗ്ലീഷിൻ്റെ ഓരോ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ എക്സാമിനും അല്ലാതെയൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മാത്രം ഒരു ഡിസ്കഷനാണ് ഈ വീഡിയോസിൽ ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിട്ടൺ ബൈ ലിയാം ഓഫ് ലഹർട്ടി. തുടങ്ങാം. 2024 2 മാർക്കിൻ്റെ ചോദിച്ച ചോദ്യം. He waited a moment in surprise, wondering why she did not come nearby. Comment on the attitude of the mother seagull. ഇവിടെ മദർ സീഗൾ ൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവിടെ ഹി വെയിറ്റഡ് എന്ന് പറയുന്നത് ആരിനെ ഉദ്ദേശിച്ചാണ്? യങ് സീഗളാണ് വെയിറ്റ് ചെയ്തുന്നത്. എന്താ മദർ സീഗൾ അടുത്തേക്ക് വരാത്തേ എന്ന് വിചാരിച്ച് ഒരു മൊമെന്റ് സർപ്രൈസ്ഡ് ആയിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ യങ് സീഗളിൽ. അപ്പോൾ ഇങ്ങനെ സർപ്രൈസ്ഡ് ആവണമെങ്കിൽ മദർ സീഗളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് അല്ലേ? എന്താണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ദ മദർ സീഗൾസ് ആറ്റിറ്റ്യൂഡ് വാസ് ബോൾഡ്, കോൺഫിഡൻറ്റ് ആൻഡ് ടഫ് ലവിങ്. നല്ല ബോൾഡായിട്ട്, നല്ല കോൺഫിഡൻ്റ് ആയിട്ട്, അതേപോലെ ടഫ് ലവിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് കുറച്ചൊരു എന്താ പറയുക, ഹാർഡായിട്ട് ബിഹേവ് ചെയ്യില്ലേ? ലവാണ് ഇവിടെ, പക്ഷേ കുറച്ചൊന്ന് ഒരു ബോൾഡായിട്ട്, ഒരു ഹാർഡായിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതാണ് ടഫ് ലവിങ്. ഷീ ക്വൈറ്റ്ലി ഒബ്സർവ്ഡ് ദ യങ് സീഗൾ ആൻഡ് മെയ്ഡ് എ മോട്ടിവേഷണൽ മൂവ്. യങ് സീഗളിനെ കുറച്ചു നേരം ഒബ്സർവ് ചെയ്ത് നിൽക്കുകയാണ് മദർ സീഗൾ. എന്നിട്ടോ ആൻഡ് മെയ്ഡ് എ മോട്ടിവേഷണൽ മൂവ്, എന്നിട്ട് മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത് പോലത്തെ ഒരു മൂവാണ് നമ്മുടെ മദർ സീഗൾ എടുത്തത്. എന്താ? ടു ഗിവ് ഹിം എ ചാൻസ് ടു ഫ്ലൈ. ഒന്ന് പറക്കാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് കൊടുക്കുകയാണ്. എങ്ങനെ? ഒരു ഫിഷ് പീസ് എടുത്ത് കാണിച്ചു അല്ലേ? യെസ്, ഹെർ മോട്ടിവേഷൻ മെയ്ഡ് ദ യങ് സീഗൾ ഫ്ലൈ. ആ ഒരു മോട്ടിവേഷനിൽ നിന്നാണ് യങ് സീഗളിൽ പറന്നത്. 2023 ക്വസ്റ്റ്യൻ നോക്കാം. ലിയാം ഓഫ് ലഹർട്ടീസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് makes the reader think about the kind of support given by parents to make their children self-reliant and self-confident. His first flight വായിക്കുമ്പോൾ നമുക്ക് പാരൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സപ്പോർട്ടിനെ കുറിച്ച് മനസ്സിലാവും അല്ലേ? കുട്ടികൾ സെൽഫ് റിലയൻ്റ് ആവാനും കോൺഫിഡൻ്റ് ആവാനും, എന്ന് വെച്ചാൽ സെൽഫ് റിലയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ടും, അതുപോലെ കോൺഫിഡൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പാരൻസ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ റീഡിങ് ദ സ്റ്റോറി യു ഡിസൈഡ് ടു കമ്മ്യൂണിക്കേറ്റ് യുവർ ഫീലിങ്സ് ടു യുവർ ഫ്രണ്ട് എബ്രോഡ്. ഈ സ്റ്റോറി വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ ഒരു ഫ്രണ്ട് എബ്രോഡുള്ള ഫ്രണ്ടിനോട് പറയണം. ഡ്രാഫ്റ്റ് ആൻ ഇമെയിൽ ടു യുവർ ഫ്രണ്ട് അബൌട്ട് ഇറ്റ്. നിങ്ങൾ ഇമെയിൽ അയക്കണം. നോക്കാം, നമ്മൾ ഇമെയിൽ അയക്കാൻ പോകുന്നത് ജോർജ് സ്റ്റീഫൻ എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ടിനാണ്. അപ്പോൾ 2 അഡ്രസ്സ് കൊടുക്കാം. georgestephen@gmail.com. CC BCC ഒന്നും എഴുതണ്ട, ജസ്റ്റ് CC എന്നും BCC എന്നും എഴുതിയാൽ മതി. ദെൻ സബ്ജക്റ്റ് കൊടുക്കാം തോട്ട്സ് ഓൺ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചുള്ള നമ്മുടെ തോട്ട്സ് നോക്കാം. ഡിയർ ജോർജ്, ഐ ജസ്റ്റ് ഫിനിഷ്ഡ് റീഡിങ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഞാൻ ജസ്റ്റ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് വായിച്ച് തീർന്നേ ഉള്ളൂ. ആൻഡ് വാസ് ഡീപ്ലി മൂവ്ഡ് ബൈ ദ പ്രൊഫൗണ്ട് ലെസൺസ് ഇറ്റ് കൺവേസ്. അതിൽ പറയുന്ന പാഠങ്ങൾ, ആ ഒരു ലെസൺ കേട്ടിട്ട് വായിച്ചിട്ട് ഞാൻ ശരിക്കും എന്താ പറയുക, മൂവ്ഡ് ആയി. എനിക്ക് ശരിക്കും ഒരു എങ്ങനെ പല കാര്യങ്ങളും എനിക്ക് തോന്നിയത് വായിച്ചു കഴിഞ്ഞപ്പോൾ. The story beautifully illustrates the importance of gaining confidence in life. ആ സ്റ്റോറിയിൽ പറയുന്നത് കോൺഫിഡൻസ് നമ്മൾ നേടണം ജീവിതത്തിൽ, അതിനെക്കുറിച്ചാണ്. ആൻഡ് ഹൗ ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ സെൽഫ് ഫെയ്ത്ത്, റെസിലിയൻസ് ആൻഡ് ഇൻഡിവിജ്വാലിറ്റി. എങ്ങനെ നമുക്ക് സെൽഫ് ഫെയ്ത്തിലൂടെയും റെസിലിയൻസിലൂടെയും ഇൻഡിവിജ്വാലിറ്റിയിലൂടെയൊക്കെ ഇത് നേടാം എന്നുള്ളതാണ് പറയുന്നത്. സെൽഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ വിശ്വാസം, റെസിലിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും വിട്ടുകൊടുക്കാതെ ഗിവപ്പ് ചെയ്യാതെ നിൽക്കുന്നതാണ്. ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദ മദർ സീഗൾസ് അപ്രോച്ച് ടു പാരൻറ്റിങ് ഇസ് ട്രൂലി ഇൻസ്പയറിങ്. ഇവിടെ യങ് സീഗളിൻ്റെ മദർ സീഗളിന് ഉള്ള ആ ഒരു അപ്രോച്ചില്ലേ, പാരൻറ്റിങ് എന്നുള്ള ആ ഒരു അപ്രോച്ച് ശരിക്കും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന പോലത്തെയാണ്. ആസ് ഷീ എൻകറേജസ് എ യങ് വൺ ടു സ്പ്രെഡ് ഹിസ് വിങ്സ് ആൻഡ് ഫ്ലൈ. യങ് സീഗളിനെ വിങ്സ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്, ഫ്ലൈ ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഡെസ്പൈറ്റ് ഹിസ് ഇനീഷ്യൽ ഫിയേഴ്സ് ആൻഡ് ഡൗട്ട്സ്. ആദ്യത്തെ പേടിയും സംശയങ്ങളെല്ലാം മറന്നുകൊണ്ട് യങ് സീഗളിനെ പറക്കാൻ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഹെർ അൺവേവറിംഗ് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് അൾട്ടിമേറ്റ്ലി ഹെൽപ്പ് ഹിം ഡെവലപ്പ് ദ കോൺഫിഡൻസ് ഹി നീഡ്സ് ടു സോർ. അപ്പോൾ അമ്മയുടെ ആ ഒരു, അതായത് ഹെർ മദർ സീഗളിൻ്റെ ആ ഒരു അൺവേവറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ചേഞ്ച് ആവാത്ത, ഒട്ടും ഇളകാത്ത എന്നുള്ള മീനിങ് ആണ്. ആ ഒരു അൺവേവറിംഗ് ആയിട്ടുള്ള സപ്പോർട്ടും ഗൈഡൻസും
കോൺഫിഡൻസ് കിട്ടാനായിട്ട് അല്ലേ, അതായത് നമ്മുടെ യങ് സീഗളിന് കോൺഫിഡൻസ് കിട്ടാനായിട്ട് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനുള്ള കോൺഫിഡൻസ്? ടു സോർ എന്ന് പറഞ്ഞാൽ പറന്ന് ഉയരാനുള്ള ആ ഒരു കോൺഫിഡൻസ്. ഐ തിങ്ക് ദ സ്റ്റോറി ഹാസ് വാല്യുബിൾ ലെസൺസ് ഫോർ ഓൾ ഓഫ് അസ്. ഈ സ്റ്റോറിയിൽ ഒരുപാട് ലെസൺസ് ഉണ്ട്, റിഗാർഡ്ലെസ് ഓഫ് അവർ ഏജ് ഓർ ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ ഏജും ബാക്ക്ഗ്രൗണ്ടും ഒന്നും നോക്കാതെ ഇറ്റ് റിമൈൻഡ്സ് അസ് ദാറ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് റിക്വയർ ആസ് ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് അവർ കംഫോർട്ട് സോൺസ്. നമുക്കൊരു ഉയർച്ച, നമുക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി വരണം നമ്മൾ, ആൻഡ് ടേക്ക് റിസ്ക്, എന്നിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. ഇറ്റ് ഓൾസോ ഹൈലൈറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് സപ്പോർട്ടീവ് റിലേഷൻഷിപ്സ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയുള്ള റിലേഷൻഷിപ്സ് വേണം. വെദർ ഇറ്റ് ഇസ് എ പാരൻറ്റ്, ടീച്ചർ ഓർ മെൻറ്റർ, ആരുമായിക്കോട്ടെ, നമ്മുടെ പാരൻറ്റോ ടീച്ചറോ നമുക്ക് ഗൈഡൻസ് തരാൻ ആരുമായിക്കോട്ടെ. ഐ വുഡ് ലവ് ടു ഹിയർ യുവർ തോട്ട്സ് ഓൺ ദിസ് സ്റ്റോറി ആൻഡ് ഇറ്റ്സ് തീംസ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനോട് പറയാണ്, നിനക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വാട്ട് റിസോണേറ്റഡ് വിത്ത് യു ആൻഡ് ഹൗ ഡു യു തിങ്ക് വി ക്യാൻ അപ്ലൈ ദീസ് ലെസൺസ് ടു അവർ ഓൺ ലൈഫ്. നിനക്ക് എന്താണ് ഇതിന്ന് മനസ്സിലായത്? നമുക്ക് എങ്ങനെയാണ് ഈ ഇതിലത്തെ ലെസൺസ് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക? അങ്ങനെ ചോദിച്ചിട്ടാണ് അവസാനിപ്പിച്ചേക്കുന്നത്. യുവേഴ്സ് ട്രൂലി അല്ല കേട്ടോ, യുവേഴ്സ് ലവിങ്ലി കൊടുത്താൽ മതി. യുവേഴ്സ് ലവിങ്ലി KJ Matthew@gmail.com. KJ Matthew എന്നുള്ള ഒരാൾ അയച്ചേക്കുന്നതായിട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2022 6 മാർക്സിൻ്റെ ചോദ്യം. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ദ യങ് സീഗൾ സക്സസ്ഫുള്ളി ഫേസ്ഡ് ചലഞ്ചസ് ഓഫ് ഇറ്റ്സ് ലൈഫ്. അല്ലേ, ഈ സ്റ്റോറിയുടെ അവസാനം സീഗളുടെ ലൈഫിലെ ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ട്. ഹാവ് യു എവർ ഫേസ്ഡ് ചലഞ്ചസ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ചലഞ്ച് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഹൗ ഡിഡ് യു ഓവർകം ദം? നറേറ്റ് എനി വൺ ഇൻസിഡൻറ്റ്. നിങ്ങൾ എങ്ങനെയാണ് അത് അതിജീവിച്ചത്? ഒരു ഇൻസിഡൻറ്റ് പറയാം. യെസ്, ഐ ഹാവ് ഫേസ്ഡ് സെവറൽ ചലഞ്ചസ് ഇൻ മൈ ലൈഫ്. അതെ, ഞാനും കുറേ ചലഞ്ച് ഫേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് വൺ ഇൻസിഡൻറ്റ് ദറ്റ് സ്റ്റാൻഡ്സ് ഔട്ട് വാസ് വെൻ ഐ ഫെയിൽഡ് മൈ മാത്തമാറ്റിക്സ് എക്സാം ഇൻ ദ 9th grade. എന്നാൽ ഇതിൽ ഏറ്റവും ഓർത്തെടുക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 9th മാത്സ് എക്സാമിന് ഫെയിലായ കാര്യമാണ്. I was devastated and felt like I had let myself and parents down. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി. എനിക്ക് തോന്നിയത് പാരൻസ് ഞാൻ കാരണം ഡൗൺ ആവും എന്നൊക്കെയാണ് തോന്നിയത്. എന്നെയും എൻ്റെ പാരൻസിനെ ഈ ഒരു വിഷയം ഡൗൺ ആക്കും എന്നാണ് തോന്നിയത്. However, I didn't give up. എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല. I realized that I had taken the exam for granted and had not studied hard enough. എനിക്ക് മനസ്സിലായി അല്ലേ, എക്സാമിന് ഞാൻ പഠിച്ചില്ല, അത്യാവശ്യം വേണ്ടത്രയും പഠിച്ചില്ല. I took this as an opportunity to learn from my mistakes. എന്നാൽ ഞാനിതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തു, എൻ്റെ മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കാനുള്ള. ആൻഡ് വർക്ക് ഹാർഡർ, എന്നിട്ട് നല്ലപോലെ വർക്ക് ചെയ്യാനും ശ്രമിച്ചു. ഐ സ്റ്റാർട്ടഡ് അറ്റൻഡിങ് എക്സ്ട്രാ ക്ലാസ്സസ്. ഞാൻ എക്സ്ട്രാ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങി. പ്രാക്ടീസിങ് റെഗുലർലി, കുറേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. ആൻഡ് സീക്കിംഗ് ഹെൽപ്പ് ഫ്രം മൈ ടീച്ചർ വെൻ എവർ ഐ നീഡഡ് ഇറ്റ്. ഞാൻ എൻ്റെ ടീച്ചറിൻ്റെ സഹായം ചോദിച്ചു എനിക്ക് വേണ്ടപ്പോഴൊക്കെ. ഇറ്റ് വാസ് നോട്ട് ഈസി, ബട്ട് ഐ persevered and eventually started to see improvement in my understanding of the subject. ഈസി ആയിരുന്നില്ല, എന്നാലും പതുക്കെ ഞാൻ എൻ്റെ സബ്ജക്റ്റിൽ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു തുടങ്ങി. When the next exam came around, I was better prepared and confident. അടുത്ത എക്സാം വന്നപ്പോഴേക്കും ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തിരുന്നു, അതുപോലെ കോൺഫിഡൻറ്റും ആയിരുന്നു. I passed the exam with a good grade and it was a huge relief. ഞാൻ എക്സാം നല്ല മാർക്സിൽ പാസ്സായി, അതെനിക്ക് നല്ലൊരു ആശ്വാസം ആയിരുന്നു. Looking back, I realized that failing that exam was a blessing in disguise. തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് എക്സാമിന് തോറ്റത് ഒരു അനുഗ്രഹം തന്നെ ആയിരുന്നു. ഇറ്റ് ടോട്ട് മീ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഹാർഡ് വർക്ക്, പെർസീവറൻസ് ആൻഡ് സീക്കിംഗ് ഹെൽപ്പ് വെൻ നീഡഡ്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഹാർഡ് വർക്കിൻ്റെയും അതേപോലെ പെർസീവറൻസ്. നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കണം, ഒരു കാര്യത്തിന് വേണ്ടി അല്ലേ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ ആവശ്യമുള്ളപ്പോൾ സഹായം ആളുകളോട് ചോദിക്കണം എന്നുള്ളൊരു പാഠം ഞാൻ പഠിച്ചു. ഇറ്റ് ഓൾസോ മേഡ് മീ മോർ റെസിലിയൻറ്റ് ആൻഡ് കോൺഫിഡൻറ്റ് ഇൻ മൈ എബിലിറ്റി ടു ഓവർകം ചലഞ്ചസ്. അതേപോലെ തന്നെ അത് എന്നെ കൂടുതൽ എൻ്റെ ചലഞ്ചസ് ഓവർകം ചെയ്യാനായിട്ട് ഒട്ടും വിട്ട് കൊടുക്കരുതെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു. ഇറ്റ് ഓൾസോ ദിസ് എക്സ്പീരിയൻസ് ഹാസ് ഹെൽപ്ഡ് മീ ടു ഫേസ് അതർ ചലഞ്ചസ് ഇൻ മൈ ലൈഫ്. ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മറ്റുള്ള ചലഞ്ചസും ഫേസ് ചെയ്യാൻ പഠിച്ചു എൻ്റെ ലൈഫിൽ. വിത്ത് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്ന് നല്ലൊരു മൈൻഡ് സെറ്റിലൂടെ എനിക്ക് എൻ്റെ ചലഞ്ചും ഫേസ് ചെയ്യാനായിട്ട് ഞാൻ ഇതിലൂടെ പഠിച്ചു. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.